ഗുഡ് മോർണിംഗ്. സൺഡേ ടെക് ടൈമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ സെയില് വെറും ശോകമാണ് എന്ന് തോന്നിയത് എനിക്ക് മാത്രമാണോ അതോ നിങ്ങൾക്കും അങ്ങനെ തോന്നിയോ? പല പ്രൊഡക്റ്റുകൾക്കും അങ്ങനെ കാര്യമായിട്ടുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാൽ പഴയ പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, അതായത് 2022, 2023 ഇറങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകൾക്ക് നല്ല ഓഫർ ഉള്ളതായിട്ടും കണ്ടു. പിന്നെ ഫ്ലിപ്കാർട്ടിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഓഫർ ഉള്ളത്. ആമസോണിൽ ഒരു ശോകം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. എന്തായാലും iPhone 15 ഉണ്ടല്ലോ, അതിപ്പോഴും ഓഫർ സെയിലിൽ തന്നെ ഉണ്ട് കേട്ടോ. സാധാരണ നമുക്ക് മുൻ വർഷങ്ങളിൽ iPhone 13 ആണെങ്കിലും 14 ഒക്കെ വന്ന സമയത്ത് കുറച്ച് സമയത്തിന് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറൊക്കെ ആണ് ഈ ഒരു 49,999 രൂപ അല്ലെങ്കിൽ അവർ പറയുന്ന ഓഫർ റേറ്റിന് ഉണ്ടാവാറുള്ളൂ. അത് കഴിഞ്ഞാൽ 1000, 2000, 3000 പിന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട്. ഇതിപ്പോൾ ഓഫർ സെയിൽ തുടങ്ങിയിട്ട് 3-4 ദിവസമായിട്ടും ഇപ്പോഴും iPhone 15 55,000 രൂപയ്ക്കും ഇനി എക്സ്ചേഞ്ച് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ 49,999 രൂപയ്ക്ക് ഇപ്പോഴും വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഓഫറിൻ്റെ അവസ്ഥ വരുന്നത്. അതേപോലെ ഒരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളുടെ നത്തിങ് ഫോൺ 2A ഫോണുകളുണ്ടല്ലോ, അതിൽ സ്ക്രീൻ ബേണിംഗ് ഇഷ്യൂ വരുന്നതായിട്ട് വളരെ വ്യാപകമായിട്ട് ഞാൻ കേട്ടു. എൻ്റെ സുഹൃത്തുക്കളിൽ തന്നെ 2-3 പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൂടാതെ സോഷ്യൽ മീഡിയയിലും ഇതുപോലെ നത്തിങ് ഫോൺ 2A ഫോണുകളിൽ സ്ക്രീൻ ബേണിങ്ങിൻ്റെ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫോണാണ് നത്തിങ് ഫോൺ 2A എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ കയ്യിലുള്ള ഫോണുകളിൽ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേയിൽ പ്രശ്നം ഉണ്ടെങ്കിൽ പല രീതിയിൽ അത് ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പലരും വൈറ്റ് വാൾപേപ്പർ ഇട്ട് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ചിലർ ബ്ലാക്ക് വാൾപേപ്പർ ഇട്ട് കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സോ എങ്ങനെയായാലും അതെങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫോണിന് അത്തരത്തിലുള്ള പ്രശ്നം ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി അഥവാ അത്തരത്തിലുള്ള പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സർവീസ് സെൻ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് സീറോ ഫ്ലിപ്പ് എന്ന് പറയുന്ന അവരുടെ ആദ്യത്തെ ഫോൾഡബിൾ ഫോൺ അധികം വൈകാതെ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ആക്ച്വലി നൈജീരിയയിൽ ആ ഒരു ഫോൺ ലോഞ്ച് ചെയ്തു എന്നാണ് ഞാൻ വായിച്ചത്. എനിവേ ആ ഒരു ഫോണിൻ്റെ പ്രത്യേകത പറയുന്നത് 3.64 ഇഞ്ച് വരുന്ന കവർ സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഹിഞ്ച് ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ ഒട്ടും ഗ്യാപ്പ് ഇല്ല എന്നുള്ളതാണ്, 0 ഹിഞ്ച് ഗ്യാപ്പാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ 2 സ്ക്രീനും മുട്ടി നിൽക്കും. ആ ഒരു ഫോണിൻ്റെ ഏകദേശ പ്രൈസ് വരുന്നത്, അതായത് നൈജീരിയയിലത്തെ പ്രൈസ് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം $650 ആണ് വരുന്നത്. സോ അധികം വൈകാതെ ഇൻഫിനിക്സിൻ്റെ സൈഡിൽ നിന്ന് സീറോ ഫ്ലിപ്പ് എന്ന് പറയുന്ന ഒരു ഫോൾഡബിൾ ഫോൺ നമുക്ക് ഇന്ത്യ അടക്കം ഗ്ലോബലി പ്രതീക്ഷിക്കാം. ലാസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞ പോലെ ഐക്യുവിൻ്റെ സൈഡിൽ നിന്ന് iQ Z9 ടർബോ പ്ലസ് എന്ന് പറയുന്ന ഒരു ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിമെൻസിറ്റി 9300 പ്ലസ് എന്ന് പറയുന്ന പവർഫുൾ ചിപ്സെറ്റ് വെച്ച് വരുന്ന ആ ഒരു ഫോണിൽ 6400 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. സോ ഈ മാസമോ മീൻസ് ഒക്ടോബറിലോ അല്ലെങ്കിൽ നവംബറിലോ ഒക്കെ ആയിട്ട് ഈ ഒരു ഫോൺ ഇന്ത്യയിലും പ്രതീക്ഷിക്കാം. നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്ന് നത്തിങ് ഇയർ ഓപ്പൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ഡിസൈനിലുള്ള TWS ഇന്ത്യ അടക്കം ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിലയാണ് സഹിക്കാൻ പറ്റാത്തത്. 17,999 രൂപയാണ് അതിൻ്റെ വില വരുന്നത്. എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡിസൈനൊക്കെ കാണാനായിട്ട് കൊള്ളാട്ടോ. പ്രത്യേകിച്ച് ഈ TWS ഒക്കെ ചെവിയിൽ നിന്ന് ചാടിപ്പോകുന്ന ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ അതൊരു നല്ല സംഭവമായിരിക്കും. പക്ഷെ വിലയാണ് താങ്ങാൻ പറ്റാത്തത്. 18,000 രൂപ ഇച്ചിരി അക്രമമാണ്. ആൻഡ്രോയിഡ് 15 ബേസിന് നത്തിങ് OS 3യുടെ അനൗൺസ്മെന്റ് കഴിഞ്ഞ ദിവസം നടന്നായിരുന്നു. നമുക്ക് അടുത്ത മാസം ഏകദേശം ഒക്ടോബർ മാസത്തിൽ തന്നെ അതിന്റെ ബീറ്റ വെർഷൻ കിട്ടും. ഡിസംബർ മാസത്തോട് കൂടിയിട്ട് അതിന്റെ പബ്ലിക് വെർഷനും കിട്ടും എന്ന് പറയുന്നുണ്ട്. എനിവേ ആ ഒരു പുതിയ നത്തിങ് OS 3യിൽ നമുക്ക് നത്തിങ് ഗാലറി എന്ന് പറയുന്ന ഒരു ഡെഡിക്കേറ്റഡ് ഗാലറി ആപ്ലിക്കേഷൻ കിട്ടും. അതുകൂടാതെ AI ബേസ്ഡ് ഒരു ആപ്പ് ഡ്രോവർ, അതേപോലെ വിഡ്ജറ്റുകൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഡിസംബറിനുള്ളിൽ തന്നെ നമുക്ക് നത്തിങ് ഫോൺ 2L ആദ്യം വരിക എന്നും പറയുന്നുണ്ട്. സോ കാത്തിരുന്ന് കാണാം. നത്തിങ് OS 3 അധികം വൈകാതെ വരുന്നുണ്ട്. ഷവോമിയുടെ സൈഡിൽ നിന്ന് ബാൻഡ് 9, അതായത് വാച്ച് പോലെ കിട്ടുന്ന സംഭവം ഉണ്ടല്ലോ, വാച്ചല്ല ബാൻഡുകൾ, കുറേ കാലമായി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ട്. എനിവേ ഇപ്പോഴും ഷവോമി അത് പുറത്തിറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ബാൻഡ് 9 അതേപോലെ ബഡ്സ് 5 എന്ന് പറയുന്ന TWSഉം ഷവോമി ഗ്ലോബലി പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിൽ ഈ ബാൻഡ് 9ന്റെ പ്രൈസ് ഞാൻ ഇന്ത്യയിൽ കണ്ടില്ല. എന്തായാലും ഷവോമി ബാൻഡ് 9ഉം ബഡ്സ് 5ഉം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീക്ക് നമ്മൾ പറഞ്ഞ പോലെ ഷവോമിയുടെ സൈഡിൽ നിന്ന് 14 സീരീസിൽ 2 ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഷവോമി 14T ആൻഡ് 14T Pro എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകളാണ്. ഇതിൽ ഷവോമി 14Tയിൽ കൊടുത്തിരിക്കുന്നത് ഡിമെൻസിറ്റി 8300 എന്ന് പറയുന്ന ചിപ്സെറ്റ് ആണ്. ഷവോമി 14T Proയിൽ വരുന്നത് 9300 പ്ലസ് എന്ന് പറയുന്നത്, ഡിമെൻസിറ്റി തന്നെ 9300 പ്ലസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് അതിൽ വരുന്നത്. സോ 2-3 മാസത്തിനുള്ളിൽ ഇന്ത്യയിലും പ്രതീക്ഷിക്കാം. ജെറി റിഗ് എവരിത്തിങ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അമേരിക്കൻ ബേസ്ഡ് ആണ്. അദ്ദേഹം ഫോണുകളുടെ ഡ്യൂറബിലിറ്റി ഒക്കെ വളരെ ഹാർഡായിട്ട് തന്നെ ചെക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ
അങ്ങേര് നമ്മളുടെ ഗൂഗിൾ പിക്സൽ 9 Pro ഫോൾഡ് എന്ന് പറയുന്ന ഫോൺ ഉണ്ടല്ലോ, അതിൻ്റെ ഡ്യൂറബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി പപ്പടം പൊടിയണ പോലെ പൊടിഞ്ഞ് പണ്ടാറടങ്ങിയിട്ടുണ്ട്. സോ ഗൂഗിൾ പിക്സൽ 9 Pro എന്ന് പറയുന്ന ഫോണിന് ബിൽഡ് ക്വാളിറ്റി അതേപോലെ ഡ്യൂറബിലിറ്റി ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട എന്നുള്ളതാണ് ആ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രം. 2025 വിവോയുടെ സൈഡിൽ നിന്ന് വരാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് ഫോണുകളായിട്ടുള്ള വിവോ X200 ആൻഡ് 200 Pro എന്ന് പറയുന്ന 2 ഫോണുകളുടെയും ഡിസൈനും അതിൻ്റെ 1-2 കളർ വേരിയന്റ് കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യലി പുറത്ത് വിട്ടിട്ടുണ്ട്. അടുത്ത മാസം ഒക്ടോബറിൽ ഈ ഫോണുകൾ ചൈനയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഡിമെൻസിറ്റി 9400 എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ചിപ്സെറ്റ് വെച്ചിട്ടായിരിക്കും ഈ ഫോൺ വരിക എന്ന് പറയുന്നുണ്ട്. അതായത് സ്നാപ്ഡ്രാഗൺ 8 Gen 4 ആയിരിക്കാൻ ചാൻസ് ഇല്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും വിവോ X200 ഫോണുകളുടെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. വിവോ V40 സീരീസിൽ V40e എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിമെൻസിറ്റി 7300 എന്ന് പറയുന്ന ചിപ്സെറ്റ് വെച്ചിട്ടാണ് ആ ഒരു ഫോൺ വരുന്നത്. 50 മെഗാപിക്സലിന്റെ ഓട്ടോ ഫോക്കസോട് കൂടിയിട്ടുള്ള സെൽഫി ക്യാമറയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൂടാതെ IP64ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ V40 സീരീസുകളിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതെ വിവോയുടെ എല്ലാ ഫോണുകളിലും വരുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇപ്പോൾ അവർ പിടിച്ചിരിക്കുന്നത്. 28,000 രൂപ 29,000 രൂപയ്ക്കാണ് അതിൻ്റെ 8 GB റാം 128 GB ഇന്റേണൽ മെമ്മറിക്ക് വില വരുന്നത്. അത് ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി. അതേപോലെ വിവോ X Fold 3 എന്ന് പറയുന്ന അവരുടെ ഫോൾഡ് ഫോണിന്റെ ഒരു ലൂണാർ വൈറ്റ് എന്ന് പറയുന്ന ലിമിറ്റഡ് എഡിഷൻ കളർ വേരിയന്റ് ഇപ്പൊ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. 1,40,000 45,000 ആ ഒരു പ്രൈസിലാണ് ഓഫറൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വിവോ X Fold 3 എന്ന് പറയുന്ന ഫോൺ വിൽക്കുന്നത്. SSD സീരീസിൽ 990 EVO Plus എന്ന് പറയുന്ന ഒരു പുതിയ മോഡൽ സാംസങ് പുറത്ത് വിട്ടിട്ടുണ്ട്. അതിന്റെ മുൻ വെർഷനേക്കാളും അതായത് EVO 990 എന്ന് പറയുന്ന മോഡലിനേക്കാളും 50% ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഈ ഒരു SSD നമുക്ക് കിട്ടുന്നതാണ് സാംസങ് പറയുന്നത്. സോ ഇതൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് അല്ല കേട്ടോ, അതായത് നമുക്ക് കയ്യിൽ പിടിച്ച് നടക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഒരു ഹാർഡ് ഡിസ്ക് അല്ല. ഇത് ഇന്റേണൽ നമ്മുടെ ലാപ്ടോപ്പ് ഡിവൈസുകളിലൊക്കെ ഉള്ളിൽ വരുന്ന ഒരു SSD ആണ്. സോ പുതിയൊരു SSD സാംസങ്ങിന്റെ സൈഡിൽ നിന്ന് മോർ ഫാസ്റ്റർ ആയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളിൽ കുറച്ചു പേരെങ്കിലും വൂപ്പ് ഫിറ്റ്നസ് ബാൻഡ് എന്ന് പറയുന്ന വൂപ്പ് എന്ന് പറയുന്ന ഒരു ബാൻഡിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് വിരാട് കോഹ്ലി, നമ്മളുടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവരൊക്കെ കയ്യിൽ കെട്ടി നടന്ന സമയത്ത് അതൊരു ചർച്ചാ വിഷയമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഇതിൻ്റെ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 26,999 രൂപയ്ക്ക് നമുക്ക് ഫ്ലിപ്കാർട്ട് വഴിയാണ് ഇത് വാങ്ങാനായിട്ട് സാധിക്കുക. ഇതിനുകൊണ്ട് എന്തൊക്കെ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് ഞാനിവിടെ കൊടുക്കാം. മൊത്തം പറയാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും. സോ നിങ്ങൾക്ക് നല്ലപോലെ ഹെൽത്ത് ട്രാക്കിങ്, സ്ലീപ്പ് ട്രാക്കിങ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് 26,999 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ പ്രീ ഓർഡർ ചെയ്യാം. കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാനായിട്ട് സാധിക്കും. മനീഷ് മൽഹോത്ര എന്ന് പറയുന്ന ഡിസൈനറിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഞാൻ പേഴ്സണലി കേട്ടിട്ടില്ല കേട്ടോ, കാരണം നമ്മളുടെ വിഷയമല്ല അത്. അപ്പോൾ ഞാൻ വൈഫിനോട് ചോദിച്ചു, അവിടെ നിന്നാണ് കൂടുതൽ ഡീറ്റെയിൽ കിട്ടിയത്. അതായത് ബോളിവുഡിൽ ഒരു കല്യാണം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായിട്ട് എല്ലാവരും കോൺടാക്ട് ചെയ്യുക. ഉദാഹരണത്തിന് പ്രിയങ്ക ചോപ്ര, ആലിയ ഭട്ട്, ഈ പേരുകളൊക്കെയാണ് വൈഫ് പറഞ്ഞു തന്നത്. സോ അവരുടെയൊക്കെ കല്യാണത്തിൻ്റെ സമയത്തുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് ഈ മനീഷ് മൽഹോത്ര എന്ന് പറയുന്ന വ്യക്തിയാണ്. സോ അതല്ല നമ്മളുടെ വിഷയത്തിലോട്ട് വരാം. ഓപ്പോ റെനോ 12 Pro എന്ന് പറയുന്ന മോഡലിന്റെ മനീഷ് മൽഹോത്ര ഡിസൈൻഡ് ലിമിറ്റഡ് എഡിഷൻ ഇപ്പൊ നമുക്ക് ഇന്ത്യയിൽ വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. മനീഷ് മൽഹോത്ര എന്നുള്ള പേര് കണ്ടപ്പോൾ, ഒരു ഇന്ത്യക്കാരന്റെ പേര് കണ്ടപ്പോഴാണ് ഞാൻ ആക്ച്വലി ആ ഒരു വാർത്ത വായിച്ചത്. നല്ല കാര്യം തന്നെയാണല്ലോ, ഒരു ഇന്ത്യക്കാരൻ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഫോൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ കൾച്ചർ ഉൾക്കൊണ്ടിട്ടാണ് ആ ഒരു ഡിസൈൻ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എന്തായാലും ഒന്നും മനസ്സിലായില്ല. ആ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടിട്ട് മനസ്സിലായെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഒന്ന് അറിയിക്കുക. അപ്പോൾ മനീഷ് മൽഹോത്ര ഡിസൈൻഡ് സ്പെഷ്യൽ റെനോ 12 Pro ഇന്ത്യയിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അവസാന ന്യൂസ്. ഫേസ്ബുക്കിൻ്റെ മാതൃസ്ഥാപനമായിട്ടുള്ള മെറ്റ, അവരുടെ CEO സക്കർബർഗ് കുറച്ച് പ്രൊഡക്റ്റുകൾ ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനി എന്ന് പറയുന്നത് അവരുടെ ക്വസ്റ്റ് ഉണ്ടല്ലോ, AR/VR ഹെഡ്സെറ്റ്, അതിൻ്റെ ഒരു ചീപ്പർ വേർഷൻ ക്വസ്റ്റ് 3S എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. അതുകൂടാതെ ഓറിയോൺ AR ഗ്ലാസ്, ഓറിയോൺ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് അത് പ്രൊനൗൺസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം. അങ്ങനെ ഒരു AR ഗ്ലാസ്, അതുകൂടാതെ റേബനുമായിട്ടുള്ള കോൺട്രാക്റ്റിലുള്ള അവരുടെ പുതിയ ഗ്ലാസ് സീരീസുകളും വരുന്നുണ്ട്. അതായത് സ്മാർട്ട് ഗ്ലാസുകളാണ്, നമുക്ക് കോളുകൾ എടുക്കാനും വീഡിയോസ് റെക്കോർഡ് ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു റേബൻ കോൺട്രാക്റ്റുള്ള ഒരു ഗ്ലാസ്. ഇത്രയും പ്രൊഡക്റ്റുകളാണ് മെറ്റയുടെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വീക്ക് പുറത്തു വന്നിട്ടുള്ളത്. നമുക്കറിയാം സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്നത് ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇനി കൂടുതലായിട്ട് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനായിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന പോലെ പുതിയ സ്വിച്ച് കൊണ്ടുവരിക, പുതിയ ഫ്ലാഷ് കൊണ്ടുവരിക, നേരെയുള്ള ക്യാമറേനെ വെച്ച് സൈഡിലേക്ക് ആക്കുക, അങ്ങനെയുള്ള സംഭവങ്ങൾക്കപ്പുറം പുതിയ ഒരു ഇന്നോവേഷനോ അല്ലെങ്കിൽ പുതിയൊരു ടെക്നോളജിയോ സ്മാർട്ട് ഫോണിൽ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ പറയുന്ന
AR VR ഹെഡ്സെറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി റിയാലിറ്റി ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും എന്നാണ് പറയുന്നത്. സോ അതിൽ പ്രധാനിയാണ് നമ്മളുടെ മെറ്റാവേഴ്സ് എന്ന് പറയുന്നത്. ആ ഒരു ടൈം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിക്കും കാര്യമായിട്ട് അതിനെക്കുറിച്ച് പറയാനായിട്ടില്ല കേട്ടോ. ഞാനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് ആ ഒരു സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളത്. കുറച്ചും കൂടി റിയാലിറ്റി ആയിട്ട് ഇപ്പോൾ നമുക്ക് അമേരിക്കയിലുള്ള ഒരാളായിട്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്മാർട്ട് ഫോണിലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലൊക്കെ നോക്കി സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഈ പറയുന്ന ഗ്ലാസ്സുകൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ക്രീൻ നമ്മളുടെ മുന്നിൽ വരും. അപ്പോൾ നമുക്ക് നമ്മളുടെ തൊട്ടടുത്ത് നിന്ന് അയാൾ തൊട്ട മുന്നിൽ നിന്ന് സംസാരിക്കുന്ന പോലെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. സോ അങ്ങനെ കുറച്ച് പ്രൊഡക്റ്റുകൾ മെറ്റയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അതാണ് പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. വേറെ എന്താ, എല്ലാവരുടെയും ഷോപ്പിംഗ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതേപോലെ നമ്മളുടെ Vivo T3 Ultra എന്ന് പറയുന്ന ഫോൺ ഉണ്ടല്ലോ, അത് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു യൂസർ റിവ്യൂ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. വേറെ എന്താ, പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് കേട്ടോ. നമ്മളെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു സന്തോഷ നിമിഷമുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, നമ്മളുടെ ഒരു ഷോർട്സ് ആയിട്ട് ഞാനത് പറയാം. ഓക്കെ, അപ്പോൾ എന്താ, അപ്പോൾ ഇത്രയും മാത്രം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.